ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. രാവിലെ സ്വാദിഷ്ടമായ ഒരു ചായയോടൊപ്പം അതുപോലെ സ്വാദിഷ്ടമായ അറിവ്, മോർണിംഗ് ടീ. ഒരു ചോദ്യം: മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ കണ്ടെത്തുക. ചോദ്യം സിമ്പിളാണ് അല്ലെ? മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ, മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണോ? അല്ല, തെറ്റാണ്. രണ്ടാമത്തത്, ശാസ്താംകോട്ട കായൽ എന്നാണ് ഓപ്ഷൻ. തെറ്റാണ്. മൂന്നാമത്തത്, വേളി കായൽ എന്നാണ് ഓപ്ഷൻ. തെറ്റാണ്. നാലാമത്തത്, അഷ്ടമുടി കായൽ. അതാണ് ആൻസർ. ആരെങ്കിലും ആൻസർ കമന്റ് ചെയ്തോ? അഷ്ടമുടി കായൽ. അപ്പൊ മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായലിലാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുകൾ നോക്കാം. എന്താണ് മൺട്രോ തുരുത്ത് എന്ന് ചോദിച്ചാൽ, അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്ന 8 കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുടെ ഒരു കൂട്ടം. ഇതിനെ പറയുന്ന പേരാണ് മൺട്രോ തുരുത്ത്. ഒന്നുകൂടെ, മൺട്രോ തുരുത്ത് അഷ്ടമുടി കായലിലാണ്. 8 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. സുഖവാസ കേന്ദ്രമാണ്. നിരവധി ഹോട്ടലുകൾ ഈ ദ്വീപുകളിൽ മൺട്രോ തുരുത്തിലുണ്ട്. പണമുള്ളവർക്ക് അങ്ങോട്ട് പോയാൽ മതി. ആസ്വദിച്ച് ഒരു അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് കായലൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാം. ഓക്കെ, പക്ഷെ നമുക്ക് പറയേണ്ടത് കായലിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ. നിങ്ങൾ അഴി എന്ന് കേട്ടുണ്ടോ? അഴി എന്താണ്? അഴി എന്ന് പറഞ്ഞാൽ, ഇനി മറ്റൊന്നാണ് പൊഴി. അഴി എന്താണ്, പൊഴി എന്താണ്? തമ്മിൽ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അഴി എന്ന് പറഞ്ഞാൽ കായൽ കടലുമായി ചേരുന്ന ഭാഗം, അതാണ് അഴി. അപ്പൊ പൊഴി എന്ന് പറഞ്ഞാലോ, കായൽ കടലുമായി ചേരുന്ന ഭാഗത്ത് ഒരു താൽക്കാലിക മണൽത്തിട്ടയുണ്ടാവും. അതിന് പറയുന്ന പേരാണ് പൊഴി. ഒന്നുകൂടെ, കായൽ കടലുമായി ചേരുന്ന ഭാഗത്തെ അഴി എന്നും കായൽ കടലുമായി ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ട, അതിന് പറയുന്ന പേരാണ് പൊഴി. മനസ്സിലായി കാണും. അപ്പോ കേരളത്തില് ആകെ എത്ര കായലുകൾ ഉണ്ടെന്ന് ചോദിച്ചാല്, പറ, ഒന്ന് കമന്റ് ചെയ്യുള്ളൂ. കേരളത്തില് ഒന്ന് കമന്റ് ചെയ്യൂ, കമന്റ് ചെയ്തിട്ടേക്കൂ. കേരളത്തിൽ ആകെ കായലുകളുടെ എണ്ണം 34 കായലുകളാണുള്ളത്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. ഈ 34 കായലുകൾ ആകെ ഓൾ ടുഗദർ, ഇതില് 27 കായലുകള് കടലുമായി ചേർന്ന് കിടക്കുന്നതാണ്. ആകെയുള്ള 34 കായലുകളിൽ കടലുമായി മിങ്കിളായി കിടക്കുന്ന കായലുകളുടെ എണ്ണം 27ആണ്. ബാക്കി 7 എണ്ണം. ഈ 7 കായലുകളെ പറയുന്ന പേര് ഉൾനാടൻ ജലാശയങ്ങൾ എന്നാണ്. എന്താ പറയുന്ന പേര്? ഉൾനാടൻ ജലാശയം. അപ്പോൾ ആകെ 34, അതിൽ 27 കായലുകൾ കടലുമായി ചേർന്ന് കിടക്കുന്നു. ബാക്കി 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്. ഇനി ഒന്ന് രണ്ട് ഫാക്ട്സുകൾ നിങ്ങൾക്കറിയാം. ഏറ്റവും വലിയ കായൽ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് എന്ന് പറയും? വേമ്പനാട്ട് കായലാണ് അല്ലെ? ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഏറ്റവും ചെറിയ കായൽ എന്ന് ചോദിച്ചാൽ അതങ്ങ് വയനാട് ജില്ലയിൽ കിടക്കുകയാണ്. പൂക്കോട് തടാകമാണ്. വടക്കേ അറ്റത്തെ കായൽ ഏതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാം. സിമ്പിൾ ചോദ്യമാണ്. വടക്കേ അറ്റത്തെ കായൽ പണ്ട് മുതലേ നിങ്ങൾ പഠിക്കുകയാണ്. ഏതാണ് വടക്കേ അറ്റത്തെ കായൽ? ഉപ്പള കായലാണ് അല്ലെ? അപ്പൊ തെക്കേ അറ്റത്തെ കായൽ ഏതെന്ന് ചോദിച്ചാലോ, തെക്കേ അറ്റത്തെ കായൽ വേളി കായലാണ്. ആക്ച്വലി തെക്കേ അറ്റത്തെ കായൽ വരുന്നത് വെള്ളായണി കായലാണ്. പക്ഷെ വെള്ളായണി കായലിനെ പലരും അത് തെക്കേ അറ്റത്തെ കായലായിട്ട് പറയുന്നില്ല. ഒരു പക്ഷെ അത് പിന്നെ കടലുമായി ബന്ധപ്പെട്ട് കിടക്കാത്തതുകൊണ്ടായിരിക്കും, ഉൾനാടൻ ജലാശയമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ തെക്കേ അറ്റത്തെ കായൽ ചോദിച്ചാൽ വേളി കായലാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ അഷ്ടമുടി കായലിനെ കുറിച്ച് ഒന്ന് പറയാം. അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിന്റെ പ്രത്യേകത 34 കായലുകളിൽ വലിപ്പത്തില് 2ാം സ്ഥാനമാണ്. ഏറ്റവും വലിയ കായല് വേമ്പനാട്ട് കായലാണ്. അപ്പൊ അഷ്ടമുടി കായൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്. കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. ഈ അഷ്ടമുടി കായലിലാണ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുള്ളത്. കായലിനകത്താണുള്ളത്. അതിൻ്റെ പേര് സാമ്പ്രാണിക്കോടി എന്നാണ്. എന്താ പേര്? സാമ്പ്രാണിക്കോടി. പ്രത്യേകത അറിയാം.
അഷ്ടമുടി കായലിനുള്ളിൽ തന്നെ, കായലിനകത്ത് അല്ലേ, കുറേ ദൂരം ഏതാണ്ട് മുട്ടുവരെയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകൾ അവിടെ പോയി അല്ലെ, വള്ളത്തിലും ബോട്ടിലും ഒക്കെ അതിൻ്റെ അടുത്ത് പോയിട്ട് എന്താ ചെയ്യുന്നത്, അവിടെ ഇറങ്ങി, കായലിനകത്ത് ഇറങ്ങി കളിക്കുക, കുളിക്കുക. അപ്പോൾ നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത് സാമ്പ്രാണിക്കോടി. അപ്പോൾ ഈ സാമ്പ്രാണിക്കോടി ടൂറിസ്റ്റ് കേന്ദ്രം എവിടെ എന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലിലാണ്, സാമ്പ്രാണിക്കോടി അല്ലെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, കായലുകളിലേക്കുള്ള കവാടം ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. ഈ അഷ്ടമുടി കായല് കടലുമായി ചേരുന്ന ഭാഗം, സ്ഥലം, അതായത് അറബിക്കടലും അഷ്ടമുടി കായലും തമ്മിൽ ചേരുന്ന സ്ഥലം നീണ്ടകരയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് കേട്ടോ, നീണ്ടകര. അപ്പൊ നീണ്ടകരയാണ്, നീണ്ടകര വെച്ചാണ് അഷ്ടമുടി കായല് ആരുമായിട്ട് ചേരുന്നത്, അറബിക്കടലുമായിട്ട് ചേരുന്നത്. ഈ അഷ്ടമുടി കായലിന് ഒരു പേര് ഇവിടെ ഉണ്ട്, അതിന്റെ പേരാണ് ആശ്രാമം കായൽ. അഷ്ടമുടി കായലിന്റെ മറ്റൊരു പേര് ആശ്രാമം കായൽ എന്നാണ്, ആശ്രാമം കായൽ. ഓക്കെ, അഷ്ടമുടി കായലിന്റെ മറ്റൊരു പേരാണ് ആശ്രാമം കായൽ എന്ന് പറയുന്നത്. ഇനി ഈ അഷ്ടമുടി കായലിലാണ് കേരളത്തിലെ വളരെ ദയനീയമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. 1988 അല്ലെ, 1988 ഒരു ബോട്ട് അപകടം ഉണ്ടാകും. അത് 1988 ജൂലൈ 8 കേട്ടോ, ജൂലൈ 8. അത് പെരുമൺ ദുരന്തം എന്ന് പറയും, പെരുമൺ ദുരന്തം. ഈ സംഭവം ഉണ്ടായ സമയത്ത് നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചൊരു ചോദ്യം, അതിന്റെ വർഷം ചോദിച്ചിട്ടുണ്ട്. പെരുമൺ ദുരന്തത്തിന്റെ വർഷം 1988 ജൂലൈ 8 ഐലൻഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു തീവണ്ടി, ഒരു ട്രെയിനാണ്. എന്തോ കാരണത്താൽ ഇതുവരെ അതിന്റെ കാരണം കണ്ടെത്തിയിട്ടില്ല അല്ലെ. അതിന്റെ 2-3 ബോഗികൾ അഷ്ടമുടി കായലിലേക്ക് മാറി, പെരുമൺ പാലത്തിന് മുകളിൽ വെച്ച് അല്ലെ. അപ്പോൾ അത് സംഭവം ഏത് വർഷമാണ്, 1988 ഈ സംഭവം. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നതും നമ്മുടെ അഷ്ടമുടി കായലിലാണ്. ഇനി ഈ അഷ്ടമുടി കായലിന്റെ മറ്റെന്തെങ്കിലും പ്രത്യേകതകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഞാൻ എല്ലാം ഇവിടെ പറയാനുള്ള സമയം കിട്ടുന്നില്ല, ബാക്കി 4 കായലും കൂടെ, ബാക്കി 3 കായലും കൂടെ പറയേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് പിന്നെ കായലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പഠിക്കാം. യെസ്, ഓക്കെ. അപ്പോൾ അഷ്ടമുടി കായലായി. വേമ്പനാട്ട് കായലിനെ പറ്റി നമുക്ക് 1-2 കാര്യം സൂചിപ്പിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറഞ്ഞാൽ വേമ്പനാട്ട് കായലാണ്. അറിയാം, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, വേമ്പനാട്ട് കായൽ അല്ലെ. വേമ്പനാട്ട് കായലിലെ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്, പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നു. പ്രധാനമായിട്ടും വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് 3 ജില്ലകളിലാണ്. ഒന്നാമത്തത് കോട്ടയം ജില്ല. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ കോട്ടയം, എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല, ALPY ആലപ്പുഴ ജില്ല. അപ്പോൾ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ കോട്ടയം, എറണാകുളം, ആലപ്പുഴ. വേമ്പനാട്ട് കായൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. വേമ്പനാട്ട് കായൽ 3 ജില്ലകളിലായി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ഏറ്റവും കൂടുതൽ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ല കോട്ടയം ജില്ലയിലാണ്. വേമ്പനാട്ട് കായൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് കോട്ടയം ജില്ല. ഈ വേമ്പനാട്ട് കായലിന് തീരത്ത് വളരെ പ്രസിദ്ധമായ ഒരു അമ്പലമുണ്ട്. പറയാമോ? ഒന്ന് കമന്റ് ചെയ്യുക ആരെങ്കിലും. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ അമ്പലത്തിന്റെ പേര്. ധാരാളം കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ട്, പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒന്നാണ്, അത് മറ്റൊന്നുമല്ല, വൈക്കം ക്ഷേത്രമാണ്. വൈക്കം ക്ഷേത്രം. അപ്പൊ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന്റെ തീരത്താണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് നമ്മൾ കഴിഞ്ഞ വർഷം 2024 എന്ത് ചെയ്തത്, ആഘോഷിച്ചത് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം TK മാധവനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. യെസ്, ഓക്കെ. ഇനി ഈ വേമ്പനാട്ട് കായല് വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇത് അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നും, പുന്നമട, കൈതപ്പുഴ കായൽ എന്നും അറിയപ്പെടുന്നു, കൈതപ്പുഴ കായൽ. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇത് പുന്നമടക്കായലെന്നും കൈതപ്പുഴ കായലെന്നും അറിയപ്പെടുന്നു. എറണാകുളത്ത് പോകുമ്പോൾ ഇത് കൊച്ചി കായൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് പുന്നമട പറഞ്ഞപ്പോൾ നമ്മൾ കണക്ട് ചെയ്തൊരു കാര്യം കൂടെ പറയാനുണ്ട് അല്ലെ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലെന്ന് ചോദിച്ചാൽ പുന്നമട കായലാണ്. ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ചോദിച്ചിട്ട് പുന്നമട എന്നുള്ള ആൻസർ തരില്ല, പകരം അവിടെ വേമ്പനാട്ട് കായൽ തരും. അപ്പൊ നമ്മൾ അവിടെ പതറരുത്. വേമ്പനാട്ട് കായല് ആലപ്പുഴ ജില്ലയിൽ അറിയപ്പെടുന്ന 2 പേരുകളിൽ ഒന്നാണ് ഏത്, പുന്നമട, മറ്റൊന്ന് കൈതപ്പുഴ.
വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനം ഉണ്ടല്ലോ, യേശുദാസ് ജാനകിയാണെന്ന് തോന്നുന്നു അല്ലെ, കൈതപ്പുഴ കായലിലെ എന്നൊരു പാട്ട്. ഏത് പിന്നെ ഗാനമേള ട്രൂപ്പിനും ജനങ്ങൾ ആവശ്യപ്പെടുന്ന, അവരോട് ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണ് ഏത്, കൈതപ്പുഴ കായലിലെ എന്നുള്ള പാട്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ കൈതപ്പുഴ കായല് വേമ്പനാട്ട് കായലിന്റെ മറ്റൊരു പേരാണ് അല്ലെ. കൊച്ചി കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിന്റെ മറ്റൊരു പേരാണ്. മറ്റൊരു ചോദ്യം ഇതിനകത്ത് കണക്ട് ചെയ്ത് വരുന്നത്, ചോദിച്ചിട്ടുള്ളത്, ഇന്ത്യയിലെ ഒരു വൻകിട തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒരു കായലിലാണ്. ഇന്ത്യയിലെ ഒരു വൻകിട തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒരു കായലിലാണ്. അത് ഏത് തുറമുഖമാണ്? അത് ഏത് തുറമുഖമാണ്? മറ്റൊരു തുറമുഖവുമല്ല, അത് കൊച്ചി തുറമുഖമാണ്. അപ്പൊ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്, അറബിക്കടലിലല്ല അല്ലെ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. അപ്പോൾ അവിടെ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ഏക വൻകിട കായൽജന്യ തുറമുഖം, ഇന്ത്യയിലെ ഏക വൻകിട കായൽജന്യ തുറമുഖം ഏതാണ്? കൊച്ചി തുറമുഖം. നമ്മൾ ചിലപ്പോൾ ആ കൊച്ചി തുറമുഖത്തിൽ നോക്കുമ്പോൾ അത് ഇങ്ങനെ ഓളം വെട്ടുന്നവിടെ കാണാം, തിരയേട്ട കാണാൻ സാധിക്കും. പക്ഷെ ആക്ച്വലി അത് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലും അറബിക്കടലുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ട് അവിടെ. എന്നാൽ ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് അല്ലെ. അതുപോലെ ഇന്ത്യയിലെ ഒരു വൻകിട മറ്റൊരു പിന്നെ തുറമുഖമുണ്ട് അങ്ങ് ബംഗാളിൽ, കൽക്കട്ടയിൽ അല്ലെ, കൊൽക്കത്ത തുറമുഖം. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുക, അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏക വൻകിട നദീജന്യ തുറമുഖം. അത് ചോദിച്ചാല് കൊൽക്കത്ത തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക വൻകിട നദീജന്യ തുറമുഖം ചോദിച്ചാൽ കൊൽക്കത്ത തുറമുഖമാണ്. എന്നാൽ കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി മറ്റു തുറമുഖം അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുഞ്ഞു തുറമുഖമാണ്, ഹാൽഡിയ തുറമുഖം. ഈ രണ്ട് തുറമുഖങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയിലാണ്. ഹൂഗ്ലി നദി എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ കൈവഴിയാണ്. ഗംഗയുടെ പോഷക നദിയല്ല ഹൂഗ്ലി, ഗംഗയുടെ കൈവഴിയാണ്, ഗംഗയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ, കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലല്ല, വേമ്പനാട്ട് കായലിലാണ്. അപ്പൊ ചോദ്യം എന്താ? ഇന്ത്യയിലെ ഏക വൻകിട കായൽജന്യ തുറമുഖം അല്ലെങ്കിൽ തടാകജന്യ തുറമുഖം ചോദിച്ചാൽ കൊച്ചി. ഇന്ത്യയിലെ ഏക വൻകിട നദീജന്യ തുറമുഖം ചോദിച്ചാൽ കൊൽക്കത്ത തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിന് പുതിയ പേര് വന്നിട്ടുണ്ട്. കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര് ഒന്ന് കമന്റ് ചെയ്യൂ, നമുക്ക് നോക്കാം എന്താണ് ശരിയാണോ എന്ന് അല്ലെ. അടുത്ത് നോക്കാം. ഞാൻ അവിടെ ഒന്നുകൂടെ പറഞ്ഞേ, കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി നിർമ്മിച്ച തുറമുഖത്തിന്റെ പേര് ഹാൽഡിയ തുറമുഖമാണ്. ആ ഹാൽഡിയ തുറമുഖം കുഞ്ഞു തുറമുഖമാണ്. അപ്പൊ ഈ രണ്ട് തുറമുഖങ്ങളും എവിടെ സ്ഥിതി ചെയ്യുന്നു? നമ്മുടെ ഹൂഗ്ലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അവിടെ നമുക്ക് സംശയം വേണ്ട, കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ബേ ഓഫ് ബംഗാളിലല്ല അല്ലെ, ഹൂഗ്ലി നദിയിലാണ്. ഗംഗയിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ തിരിച്ചു വിടുന്നുണ്ട്. അപ്പൊ ഗംഗ പഠിക്കുമ്പോൾ അവിടെ വിശദമായിട്ട് നമ്മൾ പഠിക്കും അതിൽ. യെസ്, ഓക്കെ. അപ്പോ ഇനി ഒരു ചോദ്യം കൂടെ ഒരു ഈ അടുത്ത കാലത്തായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, വളരെ പ്രധാനമാണ്. അതായത് നാഷണൽ ജോഗ്രഫിക്കിന്റെ എറൗണ്ട് ദി വേൾഡ് ഇൻ 24 hours എന്ന ലോക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രദേശം ഏത്? അതിന്റെ ആൻസർ കാക്കത്തുരുത്ത് എന്നാണ്. കാക്കത്തുരുത്ത്. ചോദ്യം എന്താണ്? നാഷണൽ ജോഗ്രഫിക്കിന്റെ എറൗണ്ട് ദി വേൾഡ് ഇൻ 24 hours എന്ന വേൾഡ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രദേശം. ആൻസർ കാക്കത്തുരുത്ത്. കാക്കത്തുരുത്ത് എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്, ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ ഇതിന് അപ്ഡേഷൻ ആയിട്ട് കണക്കാക്കുക. അപ്പൊ എന്താണ് കാക്കത്തുരുത്തിന്റെ പ്രത്യേകത? നാഷണൽ ജോഗ്രഫിക്കിന്റെ എറൗണ്ട് ദ വേൾഡ് ഇൻ 24 hours എന്ന ലോക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിനുള്ളിലെ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാക്കത്തുരുത്ത് എന്ന ദ്വീപാണ് അല്ലെ. ഇതൊരു അപ്ഡേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കണക്കാക്കുക. യെസ്, കാക്കത്തുരുത്ത് ദ്വീപ്. ദെൻ അപ്പോൾ നമ്മൾ വേമ്പനാട്ട് കായലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, അഷ്ടമുടി കായലിനെ കുറിച്ച് സംസാരിച്ചു അല്ലെ. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ശാസ്താംകോട്ട കായലിനെ കുറിച്ചാണ്. ശാസ്താംകോട്ട കായൽ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല, 2-3 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് എല്ലാവർക്കും അറിയാവുന്നത്? ശാസ്താംകോട്ട കായലിനെ കുറിച്ച്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അവിടെ വേറെ ചോദ്യം കൂടെ. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണ്? ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് നാച്ചുറലാണ്.
അപ്പൊ കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചാൽ അത് മാനാഞ്ചിറ തടാകമാണ്. ഏതാണ്? മാനാഞ്ചിറ തടാകം. ഇത് ചോദിച്ചിട്ടുണ്ട്. മാനാഞ്ചിറ തടാകം അത് കോഴിക്കോട് ജില്ലയിലാണ്. ആര് നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ വളരെ പണ്ടാണ്. മാനവിക്രമൻ സാമൂതിരി എന്ന് പറയുന്ന ആളാണ് ഇത് നിർമ്മിച്ചത്. ആരാ നിർമ്മിച്ചത്? മാനവിക്രമൻ സാമൂതിരി. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ചോദ്യം എന്താ? കേരളത്തിലെ മനുഷ്യ നിർമ്മിത ശുദ്ധജല തടാകം പേര് മാനാഞ്ചിറ തടാകം, കോഴിക്കോട്. നിർമ്മിച്ചത് ആരാണ്? ഒരു സാമൂതിരി രാജാവാണ്. മാനവിക്രമൻ സാമൂതിരിയാണ് അത് നിർമ്മിക്കുന്നത്. ഇവിടെ ശാസ്താംകോട്ട കായൽ നമ്മൾ പറഞ്ഞ എന്താണ്? ശാസ്താംകോട്ട കായല് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അത് നാച്ചുറൽ ആണ്, ആരും നിർമ്മിച്ചതല്ല. ഇനി കായലുകളുടെ രാജ്ഞി അല്ലെങ്കിൽ റാണി എന്നറിയപ്പെടുന്നത് ഈ ശാസ്താംകോട്ട കായലാണ്. എന്താ ചോദ്യം? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായലിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, അല്ലെ? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? ഇനി നമ്മൾ കണക്റ്റഡ് ആയിട്ട് പറഞ്ഞ എന്താണ്? കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകത്തിന്റെ പേര് മാനാഞ്ചിറ തടാകം, സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്, അല്ലെ? അത് നിർമ്മിച്ചത് ആരാണ്? മാനവിക്രമൻ സാമൂതിരി എന്ന് പറയുന്ന രാജാവാണ് അത് നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ സംസാരിക്കാനുള്ളത് വേളിക്കായലിനെ കുറിച്ചാണ്. വേളിക്കായൽ, അല്ലെ? വേളിക്കായലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചത് തന്നെയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ കായലുകളുടെ കൂട്ടത്തിൽ തെക്കേ അറ്റത്തെ കായലായിട്ട് പറയുന്നത് വേളിക്കായലാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ വേളിക്കായൽ സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടെ ഒന്ന് ഓർമ്മിച്ചുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കായലുകളെ കുറിച്ച് വളരെ ഷോർട്ടായിട്ടാണ് കേട്ടോ. ഓരോ കായലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. വേമ്പനാട്ട് കായലും അഷ്ടമുടി കായലും ഒക്കെ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ. ഈ നമ്മുടെ ഈ മോർണിംഗ് ടീക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ മാക്സിമം കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട്, അടുത്തൊരു മോർണിംഗ് ടീയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ ഗുഡ് ബൈ.